പ്രൈസ് ദി ലോർഡ്. കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ, കൃപയിൽ സൂക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ മനപ്പാഠവാക്യം സദൃശ്യവാക്യങ്ങൾ 3-ാമത്തെ അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും കർത്താവിനെ നനച്ചുകൊള്ളുക, കർത്താവ് നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. കർത്താവിനെ ഭയപ്പെട്ട് ദോഷം വിട്ടു മാറുക. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും. കർത്താവിനെ നിന്റെ ധനം കൊണ്ടും ഈ എല്ലാ വിളവിൻ്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കണം. സ്വന്തം വിവേകം ഉപയോഗിക്കരുത്. എല്ലാ വഴികളിലും കർത്താവിനെ അംഗീകരിക്കണം. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മുടെ പാതകളെ നേരെയാക്കും. നമുക്ക് തന്നെ നമ്മൾ ജ്ഞാനിയായി തോന്നാതെ കർത്താവിനെ ഭയപ്പെട്ടാൽ ദോഷം വിട്ടുമാറി നടക്കാൻ പറ്റും. കർത്താവിനെ നമ്മുടെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യത്തെ ഫലം കൊണ്ടും ബഹുമാനിച്ചാൽ കർത്താവ് നമ്മുടെ കള്ളപ്പുരകളെ സമൃദ്ധിയായി നിറയ്ക്കും, നമ്മുടെ ചക്കുകൾ വീഞ്ഞ് കവിഞ്ഞൊഴുകുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ 1-ാം സ്ഥാനം കർത്താവിന് കൊടുക്കുക. എല്ലായിടത്തും കർത്താവിനെ അംഗീകരിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക. കർത്താവിൽ ആശ്രയിക്കാതെ ഒന്നും ചെയ്യാതിരിക്കുക. എല്ലാ മഹത്വവും കർത്താവിന് കൊടുത്താൽ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന് പറഞ്ഞ കർത്താവ് നമ്മെ ഓരോരുത്തരെയും മാനിച്ചിരിക്കും, ഉയർത്തിയിരിക്കും, വർദ്ധിപ്പിച്ചിരിക്കും. ആകയാൽ പൊന്നു കർത്താവിന് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കാം. കർത്താവ് കൃപയിൽ സൂക്ഷിക്കട്ടെ. ഈ വാക്യങ്ങൾ മനപ്പാഠമാക്കാൻ മറക്കല്ലേ. ആമേൻ, ആമേൻ.